അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ട ഒരു വീഡിയോ VN ആപ്പിനകത്താണ് ചെയ്യുന്നത്. എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. മാസ്കിംഗ് ആണ് ആ വീഡിയോ ചെയ്യുന്നത്. അത് നമ്മൾ സിനിമാറ്റിക് ആയിട്ടാണ് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മൾ ആദ്യമായിട്ട് അപ്പോൾ VN ആപ്പ് എടുക്കുക. VN ആപ്പ് എടുത്തു. അപ്പോൾ റെഡിയാകുക, സ്ക്രീൻ റെഡിയാകുക. നീല ഇന്റർഫേസ് വരുന്നത് ഒന്ന് ടിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒരു വീഡിയോ സെലക്ട് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു കടൽ തിരമാലയുടെ ഒരു വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ അത് സെലക്ട് ആക്കി. ഓക്കെ, സെലക്ട് ആയി. ഇപ്പം നമ്മൾ അതിന് ഇപ്പം യൂട്യൂബിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനൊരു റേഷ്യോ ഉണ്ടാക്കുക. അപ്പോൾ അതിൻ്റെ അളവ് മേളിൽ ടച്ച് ചെയ്ത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ യൂട്യൂബിൻ്റെ കൊടുക്കുന്നത് നോക്കട്ടെ. യൂട്യൂബിൻ്റെ കറക്റ്റ് കൊടുത്ത ടിക്ക് മാർക്ക് കൊടുത്തത് യൂട്യൂബിൻ്റെ ചിഹ്നം. ഇപ്പം നല്ലൊരു വലിപ്പം ഉണ്ടോ, കറക്റ്റ് യൂട്യൂബിന് വരുന്ന ഒരു വലിപ്പമായിട്ടില്ല. അപ്പോൾ നമ്മൾ അതെന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇവിടെ ക്രോപ്പ് ചെയ്യണം. ഈ ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ കറുപ്പൊക്കെ മാറ്റി അതിനായിട്ട് ഇവിടെ പ്രിയയുടെ ഇവിടെ ഒന്ന് ടിക്ക് ചെയ്തുകൊണ്ട് വളരെ പതുക്കെ ഇങ്ങനെ നടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ഫ്രെയിമായി. ഓക്കെ, കൃത്യമായിട്ട് ഫ്രെയിമായി കഴിയും. ഫ്രെയിമായില്ലെങ്കിൽ ശകലം നമുക്ക് വലിപ്പം കൂട്ടാവുന്നില്ല. വരലുകൊണ്ട് തന്നെ ഇങ്ങനെ വലിപ്പം കൂട്ടാവുന്നുണ്ട്. അപ്പോൾ വീഡിയോയുടെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയാണ്. അപ്പോൾ ഓക്കെ, ഞാനത് വലിപ്പം കൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ സ്ക്രീനിൽ എവിടെയെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ഓടിച്ചു വിടുകയാണ്. അപ്പോൾ നമ്മൾ അതിനിപ്പം ഓടിച്ചു നോക്കാം. വീഡിയോ ക്ലിയർ ആയിട്ട് ഓടുന്നത്. സൗണ്ട് എല്ലാം കുറച്ച് ചെയ്യാം. സൗണ്ടൊക്കെ നമുക്ക് ലാസ്റ്റ് ചേർക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇനിയാണ് നമ്മൾ ഈ മാസ്കിങ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കുന്നത്. നമ്മളൊരു വീഡിയോ അല്ല, നമുക്കൊരു ഇമേജ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. നമ്മൾ VN കൂടെ അല്ല ചെയ്യുന്നത് നമ്മൾ. അപ്പം VN തന്നെ ഒരു ഇമേജ് എടുക്കാം. അപ്പം ഞാൻ ഈ ഇമേജ് അങ്ങോട്ട് ആഡ് ചെയ്ത് കറക്റ്റായിട്ട് നമ്മളെ തിരമാലയുടെ ആ സൈഡിലായിട്ട് കൊണ്ടുവച്ച് കറക്റ്റായിട്ട് കൊണ്ടുവച്ചിട്ട് ആ വീഡിയോ നമുക്ക് ആ ഇമേജ് നമുക്ക് ലാസ്റ്റ് വരെ വേണം. അങ്ങനെ അത് എൻഡ് വരെ കൊടുത്തേക്കുന്നത്. എൻഡ് വരെ കൊടുത്തു കഴിഞ്ഞ് ആ നീല ടച്ച് ചെയ്ത് വരുമ്പോൾ തന്നെ വീഡിയോയിൽ എൻഡ് വരെ വേണം, എവിടെ വരെ വേണം നമുക്ക് കൈ കൊണ്ട് നീട്ടി വെക്കുക. ആ എൻഡ് വരെ ഞെക്കിക്കഴിഞ്ഞാൽ അങ്ങനെ കിട്ടും. അപ്പോൾ റെഡിയാണ് ഒരു പരിപാടിയാണ്. ഇപ്പോൾ നമുക്ക് ചെറുതായിട്ടും ജസ്റ്റ് നോടിച്ചോ കയറി വരുന്നു. തിരമാല കയറി വരുന്നു. പക്ഷെ അതിന് പുറകിലാണ് തിരമാല. അത് നമുക്ക് അകത്താക്കണം. അങ്ങനെ നമ്മൾ പതുക്കെ ഒന്ന് ഓടിച്ചു വിടുക. ഇപ്പൊ തിരമാല മറിഞ്ഞ് ആ VN കയറി വരുന്നതായിട്ട് നമുക്ക് തോന്നും. നമുക്ക് ശർക്കരയോട് അത് അടുപ്പിച്ച് വെച്ചേക്കാം. അതങ്ങനെ കിട്ടെ. അങ്ങനെ ഇനിയാണ് നമ്മൾ ഇവിടുന്ന് മാസ്കിങ് തുടങ്ങാൻ പോവാണ്. മാസ്കിങ് കിടക്കുന്നതിന് മുമ്പായിട്ട് താഴെയാണ് മാസ്ക് കിടക്കുന്നത്. ആ മാസ്ക് സെലക്ട് ചെയ്യുക. മാസ്ക് വന്നു കഴിഞ്ഞ് മാസ്ക് സെലക്ട് ചെയ്തു. നമ്മളിവിടെ ഈ സൈഡിലായിട്ട് പിന്നെ ലൈനർ എന്ന് പറഞ്ഞിട്ട് അത് തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുത്തിട്ട് അത് വിരല് കൊണ്ട് പയ്യെ ഒന്ന് കറക്കുക. കറക്കി അപ്പൊ ഇത് കണ്ടല്ലോ, തിരിച്ചു വെച്ചപ്പോൾ അത് മാഞ്ഞ് നിൽക്കുന്ന ഒരു സംഭവമായിട്ട് വന്നു. അപ്പൊ അതൊക്കെ അതിൽ തിരമാലയിട്ട് അടുപ്പിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ പണി തുടങ്ങാൻ പോവാണ്. ഇത് ചരിച്ചാണ് ഞാൻ ശകലം വെച്ചേക്കുന്നത്. അപ്പൊ കീ ഫ്രെയിം അല്ല ടച്ച് ചെയ്തത്. കീ ഫ്രെയിം പ്ലസ് ബട്ടൺ ഉണ്ടോ, കീ ഫ്രെയിം അതേലും ടച്ച്. അപ്പൊ താഴെ തന്നെ ആ നീലയിൽ തന്നെ ആ ഇമേജിന്റെ അവിടെ ഒരു കീ ബട്ടൺ വന്നു കഴിഞ്ഞു. ഇനി പതുക്കെ വിരലിന് മുന്നോട്ട് നിൽക്കാം. അപ്പൊ തിരമാല കയറി വരുന്നുണ്ട്. അപ്പൊ തിരമാല കയറി വരുമ്പോൾ നമ്മളത് അവിടെ പതുക്കെ ആ ഫ്രെയിം പയ്യെ വലിച്ചു വെക്കുക. നമ്മളെ മാസ്ക് പതുക്കെ പുറകോട്ട് വലിക്കുക. അപ്പൊ അവിടെ താഴെ തന്നെ അവർക്ക് ഈ ഫ്രെയിം വന്നു കഴിഞ്ഞു. ഇനി പതുക്കെ മുന്നോട്ട് നിൽക്കുക. അപ്പൊ തിരമാല പിന്നെയും കയറി വന്നു. അപ്പൊ പിന്നെയും കുറച്ചുകൂടെ പയ്യെ വലിക്കുക എന്നുള്ള. അപ്പൊ അതിനനുസരിച്ച് തിരമാല വലിപ്പം എവിടെയാണ് ഇവിടെ അത് വെച്ച് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഫ്രെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഉണ്ടെങ്കിൽ എങ്ങോട്ടാണ് കയറുന്നത്, തിരമാല എങ്ങോട്ടാണ് കയറുന്നതെന്ന് വെച്ച് ഫ്രെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെയും മുന്നോട്ട് വിടുക. അപ്പൊ തിരമാല കയറി വന്നു കഴിഞ്ഞു. നമ്മൾ പഴയ ഇങ്ങനെ കയറ്റിട്ട് ഇതൊന്ന് റോൾ ചെയ്യുക. ഒന്നുകൂടെ അത് കറക്കണം. അപ്പൊ തിരമാല ഒരു സൈഡാണ് കയറിയത്. കുറച്ചുകൂടെ ഒന്ന് കറക്കി കൊടുക്കുക. ഇങ്ങനെ മാസ്ക് ആക്കി പതുക്കെ കൊടുക്കുക. മനസ്സിലായോ? അതിൻ്റെ അനുസരിച്ച് മാത്രമേ ചെയ്യാവുള്ളൂ. കുറച്ചുകൂടെ തിരമാല ഏകദേശം
നല്ലതുപോലെ കയറി വന്നു. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ വലിച്ചു കൊടുക്കാം, ഒട്ടിപ്പിച്ച് ഒരു വൃത്തികേട് വരാത്ത രീതിയിൽ പതുക്കെ തിരമാല കയറി വന്നു. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ പയ്യെ കറക്കി കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ നല്ലൊരു ബ്യൂട്ടി കിട്ടുന്നത്. പയ്യെ ഒന്ന് അടുപ്പിച്ച് കൊടുക്കണം. കുറച്ചുകൂടെ അടിക്കുക. തിരമാല തിരിച്ചിറങ്ങുകയാണെന്ന് തോന്നുന്നു. നോക്കാം നമുക്ക്. അപ്പം അത് കുഴപ്പമില്ല, തിരിച്ചിറങ്ങുന്ന ഒരു ലക്ഷണമാണ്. അങ്ങനെ നമ്മൾ പയ്യെ അടുപ്പിച്ചു. അപ്പം തിരമാല ഒരു സൈഡിലോട്ട് നീങ്ങും. അപ്പം നമ്മളത് വലിപ്പം ഇച്ചിരി ഒന്ന് കൈ കൊണ്ട് ചരിച്ചുകൊണ്ട് പതുക്കെ അടുപ്പിച്ച് കൊടുക്കണം. വീണ്ടും നമ്മൾ മുന്നോട്ട് നീക്കുക. തിരമാല നല്ലപോലെ പുറകോട്ട് പോയി കഴിഞ്ഞപ്പം നമ്മൾ ആ മാസ്ക് പയ്യെ കറക്റ്റ് അടുപ്പിച്ചുകൊണ്ട് തിരമാലയുടെ അടിയിലോട്ട് പയ്യെ കയറ്റി പതുക്കെ മേടിച്ചു കൊടുക്കുക. അപ്പോൾ താഴെ കീ ഫ്രെയിം വന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. തിരമാല വീണ്ടും കയറി വരികയാണ്. അപ്പം പതുക്കെ പുറകോട്ട് വരിക. മനസ്സിലായല്ലോ? അങ്ങനെയാണ്. കുറച്ചുകൂടെ മുന്നോട്ട് വിടുന്നു. തിരമാല പിന്നെയും കയറി. അപ്പം നമ്മൾ ശകലോടെ വലിച്ച് ഇതൊന്ന് കറക്കി കൊടുത്തു വേണ്ട. ഇനി നമ്മൾ തിരമാല തിരിച്ചു പോകുന്നു. പതുക്കെ മുന്നോട്ട് കൊടുക്കുന്നു. വീണ്ടും പോകുന്നു. തിരമാല ശക്തമായിട്ട് വരവുന്നു. അപ്പം നമ്മൾ ശക്തമായിട്ട് തിരിച്ചു അതുപോലെ തന്നെ നമ്മൾ വിടുന്നു. മാസ്ക് വൈകി അടുപ്പിച്ച് കൊടുക്കുന്നു. തിരമാല പുറകോട്ട് പോകുന്നു. അപ്പം ഫുള്ളായിട്ട് നമ്മൾ അങ്ങോട്ട് അടുപ്പിച്ച് കൊടുക്കുന്നു. അപ്പം തെളിഞ്ഞു. വീണ്ടും തിരമാല തിരിച്ചു വരികയാണ്. അപ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് കറക്കാം. തിരമാല പവർ എങ്ങോട്ട് പോകണം അത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വരാനുള്ളൂ. പിന്നെ തിരമാല വീണ്ടും കയറി വന്നു. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒന്ന് കറക്കിയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. വീണ്ടും വരുന്നു. തിരമാല കയറി വന്നു. പതുക്കെ പുറകോട്ട് വരും. തിരമാലയുടെ അറ്റപ്പെട്ട് പുറകെ നിൽക്കുന്നത് അവിടെ നിൽക്കണ്ടേ, അവിടെ നിൽക്കത്തേ ചെയ്തോണം. അങ്ങനെ കാര്യം. മാസ്ക് ചക്കല അഡ്ജസ്റ്റ് ചെയ്ത് വളർത്തി കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത് കൊടുക്കാന്നുള്ളത്. തിരമാല വീണ്ടും കയറി. അപ്പോൾ നമ്മൾ പതുക്കെ പുറകോട്ട് വലിച്ചു. വീണ്ടും തിരമാല തിരിച്ച് പോകുന്നു. അല്ല, അങ്ങനെ കൊണ്ട് വെച്ച് കൊടുക്കുക. വീണ്ടും പുറകോട്ട് പോകണം. വീണ്ടും നമ്മൾക്ക് മുന്നോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ശകലം കൊണ്ട് വരിക. തിരമാല വീണ്ടും തിരിച്ചടിക്കാനാണ് ചാൻസ് കൂടുതൽ കാണുന്നത്. തിരിച്ചടിക്കുന്നത്. പതുക്കെ പുറകോട്ട് നീക്കുക. മുന്നോട്ട് പോകുന്നു. നമ്മൾ പയ്യെ പുറകോട്ട് നീങ്ങുക. വീണ്ടും ലാസ്റ്റ് ഭാഗത്തേക്ക്, വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തേക്ക് വരുന്നുണ്ട്. നമ്മൾ പതുക്കെ നനഞ്ഞു കൊടുക്കണം. അത്രേ ഉള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞ് അത്രേ ഉള്ളൂ, കറക്റ്റായിട്ട്. അപ്പോൾ ഇനി നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കണം. ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ വീഡിയോയിൽ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. വീഡിയോ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. വീഡിയോയിൽ ഒന്ന് ഓടിച്ചു നോക്കാം. കറക്റ്റായിട്ട് മാഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. മനസ്സിലായല്ലോ? അങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നത്. ഇനി നമ്മൾ കറക്റ്റ് സൗണ്ട് കൊടുക്കുക. കൃത്യമായിട്ട് ആ സൗണ്ടും കൊടുത്തു കഴിയുമ്പോൾ നമുക്കത് നല്ല ക്ലിയർ ആയിട്ട് തെളിഞ്ഞു വരുന്നതായിട്ട് പിടികിട്ടും. അത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, ഇനി അത് അപ്ലോഡ് ചെയ്യുക. നല്ലൊരു സൗണ്ടൊക്കെ കൊടുത്ത് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.